ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ശക്തമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ആഗോള തലത്തിൽ തന്നെ കാണുന്നത്. ഒന്നിലേറെ സംഭവങ്ങൾ ഈ 2 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേല് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ELTA സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇസ്രായേലിലുള്ള ഡിഫൻസ് കമ്പനിയാണ്. ഈ കമ്പനി ഇന്ത്യയുടെ DCX സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയോട് കുറേയേറെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 160 കോടി രൂപയ്ക്കടുത്ത് വരുന്ന ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ ആയുധങ്ങളുടെ പാർട്സും മറ്റുമൊക്കെയാണ് ഇന്ത്യയോട് ഈ കമ്പനി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന ഓർഡർ DCX സിസ്റ്റംസിന് ഈ കമ്പനി നൽകിയിട്ടുണ്ട്. ഈ DCX എന്ന് പറയുന്നത് 2011 ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വ്യാപാര കരാറിൽ ഇസ്രായേൽ കമ്പനി ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ UN ഒരു റെസൊല്യൂഷൻ വരികയാണ്. അതായത് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ അഥവാ പലസ്തീനിൽ നടത്തുന്ന അവരുടെ സൈനിക നടപടി അവസാനിപ്പിച്ചിട്ട് ഈ യുദ്ധത്തിന് അറുതി വരുത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു റെസൊല്യൂഷൻ ഈ UN കൊണ്ടുവരികയാണ്. അതിൽ 124 രാജ്യങ്ങൾ അതിനെ ഫേവർ ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ ചില രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നു. ആ വിട്ടുനിന്ന രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയുണ്ട് എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിനെ അനുകൂലിച്ചോ എതിർത്തോ ഇവിടെ ഇന്ത്യ വോട്ട് ചെയ്തിട്ടില്ല. എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്ത 14 രാജ്യങ്ങളുണ്ട്. അതിനകത്ത് US ഉൾപ്പെടുന്നുണ്ട്. US ആണ് പ്രധാനപ്പെട്ട ലോക രാജ്യങ്ങളിൽ ഒന്ന്. ഇസ്രായേലിന് അനുകൂലമായിട്ട് UN എതിർത്ത് വോട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യം. US ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൂട്ടത്തിൽ 14ഓളം രാജ്യങ്ങൾ വരുന്നതിൽ ഒരു രാജ്യം. പിന്നെ ഉള്ളത് അർജന്റീന, അതുപോലെ ഹംഗറി, ഫിജി എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളാണ്. എന്നാൽ വിട്ടുനിന്ന രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് UK ആണ്. UK വിട്ടുനിന്നിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രധാന രാജ്യം ഇന്ത്യയാണ്. അതായത് UN വന്ന ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യമാണ് ഈ പറയുന്ന ഫ്രാൻസ് പോലും UN ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. ചൈനയും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. എന്നാൽ ഇന്ത്യ വിട്ടുനിന്നു. ഇത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. അതേ സമയത്ത് തന്നെ നമുക്കറിയാം, 2 ദിവസം മുമ്പ് ഇറാന്റെ പരമോന്നത നേതാവെന്ന് പറയപ്പെടുന്ന ആയത്തുള്ള അലി ഖമേനി ഇന്ത്യയെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് ഇന്ത്യയിലെയും മ്യാൻമാറിലെയും അതുപോലെ പാലസ്തീനിലെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ആക്രമണങ്ങളെയും ഒക്കെ അപലപിച്ചുകൊണ്ട്, മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെയൊക്കെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട ഒരു ട്വീറ്റ് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിനെക്കുറിച്ചും ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇറാന്റെ ഈ പരാമർശത്തിനെതിരെ ഇന്ത്യക്ക് അനുകൂലമായി പ്രതികരിച്ച ലോകത്തെ ഏക രാജ്യം ഇസ്രായേലാണ്. വേണമെങ്കിൽ അവർക്ക് മിണ്ടാതിരിക്കാം, പക്ഷെ അവർ പ്രതികരിച്ചു. അതായത് ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ മുസ്ലിംസ് എല്ലാത്തരം ഫ്രീഡംസും എൻജോയ് ചെയ്യുന്നുണ്ടെന്നും, എന്നാൽ ഇറാന്റെ കാര്യം അങ്ങനെയാണോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും ഫ്രീഡം ഇല്ല, എന്നിട്ടാണ് ഇറാൻ മറ്റു രാജ്യങ്ങളെ ഫ്രീഡത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് വൈകാതെ ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും ഈ ഏകാധിപതികളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പരുഷമായിട്ട് ഇസ്രായേലിന്റെ ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധി സംസാരിച്ചത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യമാണ്. മറ്റൊരു രാജ്യത്തെ, ഇന്ത്യയെ കുറ്റം പറഞ്ഞ മറ്റൊരു രാജ്യത്തെ വളരെ പരുഷമായിട്ട് കുറ്റപ്പെടുത്താൻ യാതൊരു മടിയും കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്തു. നമ്മള് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു ജൂത രാഷ്ട്രമാണെന്നൊന്നും ആരും കരുതരുത്. അവിടെ ഒരു 72-71% ജൂതന്മാരും 10-16-17% മുസ്ലിം മതവിശ്വാസികളുമുള്ള ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവിടെ അവർക്ക് പ്രത്യേക റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരവിടെ സമാധാനത്തോടെ തന്നെയാണ് സത്യത്തിൽ ജീവിക്കുന്നത്. ഈ പലസ്തീൻ ഗാസ ഇഷ്യൂ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇന്ത്യയിലും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നുവെങ്കിലും ഇസ്ലാം മതവിശ്വാസം വളരെ ശക്തമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് ജനങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ ഈ രാജ്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ ജനാധിപത്യം നൽകുന്ന റൈറ്റ്സ്. എന്നാൽ ഈ പറയുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങളിലൊന്നും അത്തരം ജനാധിപത്യപരമായ അവകാശങ്ങളൊന്നും ഇല്ല എന്നത് വസ്തുതയാണ്. അതിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇറാൻ ഇന്ത്യയെ ചൊറിഞ്ഞപ്പോൾ ഇന്ത്യക്കൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പരുഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നു. അത് ഇന്ത്യ ഇസ്രായേൽ ബന്ധം വേറൊരു തലത്തിലേക്ക് ശക്തമാകുന്നു എന്നൊരു സൂചനയാണ് നൽകുന്നത്. ഈവൻ US കാര്യത്തിൽ പോലും ഈ ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. ഇന്ത്യയുടെ കാര്യം വന്നപ്പോൾ ഇസ്രായേൽ വളരെ ശക്തമായിട്ട് ഇന്ത്യക്കൊപ്പം ഒരു നിലപാടെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.